കണ്ടല്ലോ. ഓക്കെ, ഒന്നാമത്തേത് ഒരു നോവലാണത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു നോവലാണ്. ആ നോവലിന്റെ എഴുതിയിരിക്കുന്നയാളുടെ പേര് നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടാനുള്ള സാധ്യത. കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ആദ്യത്തെ നോവലാണ് ചിത്രത്തിലുള്ളത്. ആരാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്? രമേശ് ചെന്നിത്തല. ശരിയായ ഉത്തരവാണ്. കോൺഗ്രസ് എങ്ങനെ? ഓക്കെ, അപ്പൊ കോൺഗ്രസ് നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ നിയോഗം എന്ന നോവൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് 10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു പബ്ലിഷിംഗ് ഹൗസ് കൂടി ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കൂടി അതിനൊപ്പം തന്നെ DC ബുക്സ് പോലെ, കറന്റ് ബുക്സ് പോലെ, പെൻഗ്വിൻ ബുക്സ് പോലെ, SPCS സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് NBS പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തമായി ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ശ്രേഷ്ഠ ഇസ് ദ റൈറ്റ് ആൻസർ. 5 മാർക്കോടെ 15 മാർക്ക് നിങ്ങൾ നേടിയിരിക്കുന്നു. 150ലേക്ക് നിങ്ങൾ എത്തുമോ? ഇതാ ഒരു ചോദ്യം കൂടെ മാത്രം. ഞാൻ മറ്റൊരു നോവലിന്റെ കൂടെ പേര് പറയാം. അതും കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് എഴുതിയ നോവലാണ്. നോവലിന്റെ പേര് കരയ്ക്കടുക്കാത്ത കപ്പൽ. ആ കപ്പലിന്റെ പ്രത്യേകത ഇതുവരെ കരയ്ക്കടുത്തിട്ടില്ല. കരയ്ക്കടുക്കാത്ത കപ്പൽ. KB ഗണേഷ് കുമാർ. കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാറിന്റെ നോവലാണ് കരയ്ക്കടുക്കാത്ത കപ്പൽ. ശരിയായ ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിലേക്ക്. ആദ്യം നിങ്ങൾ 10 മാർക്ക് നേടിയിരിക്കുന്നു.